ഹലോ, ഇന്ന് ഞാൻ ക്യാൻറ്റീനിലോട്ട് പോവാം കേട്ടോ. ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ആർമി ക്യാൻറ്റീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോയത്. അപ്പം മണപ്പുള്ളിക്കാവിൻ്റെ അടുത്താണ് കേട്ടോ ഇതുള്ളത്. ഞാൻ അങ്ങനെ നേരെ അകത്തോട്ട് കയറി. ഞാൻ ഫ്രണ്ടിലുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് വേഗം ട്രോളി എടുത്ത് നേരെ അകത്തോട്ട് കയറി. എന്താ കേട്ടോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഗ്രോസറി ഐറ്റങ്ങൾ, ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ, പിന്നെ കുപ്പി ലിക്വറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിനുള്ള കാർഡില്ല. എനിക്ക് ഗ്രോസറിക്ക് മാത്രമേ കാർഡുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഐറ്റം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ചേട്ടൻ വന്നാലാണ് കുപ്പിയൊക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചേട്ടൻ വന്നിട്ട് ഇട്ടുതരാം. അപ്പോൾ ആദ്യം ഞാൻ കയറി സോപ്പൊക്കെ എടുത്തു കേട്ടോ. സോപ്പ് മെയിനായിട്ട് എന്ത് സോപ്പ്, ചായപ്പൊടി, കംഫേർട്ട് അങ്ങനെയുള്ള സാധനത്തിനാണ്. പിന്നെ കുട്ടികൾക്കുള്ള സ്നാക്സ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതൊക്കെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല. സോപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. സോപ്പ് എടുത്തു. ചായപ്പൊടി മെയിനായിട്ട് നമുക്ക് പണിക്കാറുള്ളതുകൊണ്ട് ചായ രണ്ടരല്ലോ ഒരു നേരം ചായ വെച്ച് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ചായപ്പൊടി എടുത്തു. പിന്നെ ബിസ്ക്കറ്റുകൾ എടുത്തു. അതുപോലെ പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ എല്ലാത്തിൻ്റെയും വില നമ്മളിങ്ങനെ നോക്കും കേട്ടോ. ഒരു സാധനം എടുക്കുമ്പോൾ അതിന് എത്ര റേറ്റ് നോക്കും. എന്നിട്ട് ഇപ്പോൾ ഇത്ര രൂപ പാതിയാണല്ലേ, ഇതിപ്പോൾ ഒരു 30 രൂപ സാധനമാണെങ്കിൽ 18 ആ റേറ്റൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഒരുപാട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറയണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ട്രോളിയും ഫോണും എല്ലാം കൂടെ എനിക്ക് പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒന്നും വിചാരിക്കണ്ട. ചായപ്പൊടി കുറേ ചായപ്പൊടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓരോ ചായപ്പൊടിയും റേറ്റ് നോക്കിയിട്ട് എടുക്കുന്നത്. അതുപോലെ ബിസ്ക്കറ്റ് എന്തെടുക്കുകയാണെങ്കിൽ അത് റേറ്റ് നോക്കും കേട്ടോ. എന്നിട്ട് ആ കുറവുള്ള എടുക്കാത്തതുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ റേറ്റാണ് ആദ്യം നോക്കുന്നത്. റേറ്റ് നോക്കിയിട്ടുള്ള സാധനം എടുക്കുക. എന്നാലും നമുക്ക് അവസാനം ബില്ലാകുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ വേണമല്ലോ. ഏകദേശം ഇത്ര രൂപ ആവുമെന്ന് നമുക്കൊരു, അതിനായിട്ട് എങ്ങനെ റേറ്റ് നോക്കണത്. പക്ഷേ ഈ റേറ്റിലുള്ള ബില്ലല്ല കേട്ടോ. ഇതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 70% അത്രയും ആവുള്ളൂ. ഹോർലിക്സ് എല്ലാ ഐറ്റവും ഉണ്ട്. ഫ്രൂട്ടി ഞാൻ 2-3 ഫ്രൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 20 രൂപയല്ലേ ഉള്ളൂ, ഇതൊക്കെ 10 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കടയിൽ 20 രൂപയുള്ള സാധനമൊക്കെ അവിടെ 10 രൂപയുള്ളൂ. പിന്നെ ഇതൊക്കെ ഈ ഡാളൊക്കെയാണ് കേട്ടോ, അതായത് പരിപ്പ് അങ്ങനത്തെ സാധനമൊക്കെയാണ്. പിന്നെ ഇത് അച്ചാറ് കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കംഫേർട്ടൊക്കെ എടുത്തു, അതൊക്കെ നമുക്ക് വേണമല്ലോ. പിന്നെ ബാക്കിയുള്ള ഐറ്റങ്ങൾ ഞാൻ അധികമൊന്നും എടുത്തില്ല. പിന്നെ അപ്പോഴേക്കും സമയമായി 12:45. 1 മണിയാകുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോഴേക്കും വേഗം ബില്ലാക്കണം, വേഗം വരൂ പറഞ്ഞ് വിളിക്കണം. പിന്നെ ഞാൻ ആ സൈഡൊന്നും പോയില്ല കേട്ടോ. അവിടെയൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളാണ്, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊക്കെ വേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ചേട്ടനില്ല, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പോകണം. അങ്ങനെ എല്ലായിടത്തും ഞാൻ അങ്ങനെ വെളിയിലോട്ട് വന്നു. എന്നിട്ട് അവിടെ നേരെ ഒരു ഓട്ടോ എടുത്ത് നേരെ സ്റ്റേഡിയത്തോട്ട് പോയി. സ്റ്റേഡിയത്തിൽ നേരെ ബസ് കയറി വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.